പുരാണങ്ങൾ പ്രകാരം പാലാഴി മഥനത്തിൽ നിന്നും ലഭിച്ച പുണ്യമാണ് കാമധേനു. ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് പശു. പശുവിന്റെ ശരീരത്തിൽ 33 കോടി ദേവതകൾ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ഒരു പശുവിനെ വന്ദിക്കുന്നത് സകല ദൈവങ്ങളെയും വന്ദിക്കുന്നതിന് തുല്യമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു പശുക്കൾ. ഗോപാലൻ എന്നറിയപ്പെടുന്ന കൃഷ്ണന്റെ ജീവിതം പശുക്കളുമായി അത്രമേൽ ചേർന്ന് നിൽക്കുന്നു. പാല്, തൈര്, നെയ്യ് തുടങ്ങി പശുവിൽ നിന്ന് ലഭിക്കുന്ന 5 ഉൽപ്പന്നങ്ങൾ ചേർത്ത പഞ്ചഗവ്യം ആത്മീയമായും ആരോഗ്യപരമായും അതീവ പ്രാധാന്യമുള്ളതാണ്. ഭാരതീയ കാർഷിക സംസ്കാരത്തിന്റെ അടിസ്ഥാനമാണ് പശുക്കൾ. കൃഷിയിലും ഗതാഗതത്തിലും പണ്ടുകാലം മുതൽക്കേ അവ മനുഷ്യന്റെ ഉറ്റ സഹായികളാണ്. സമാധാനത്തിന്റെയും അഹിംസയുടെയും രൂപമായാണ് പശുവിനെ കാണുന്നത്. ഒരു ജീവിയോടും ക്രൂരത പാടില്ലെന്ന വലിയ പാഠമാണ് ഗോപൂജ നമ്മെ പഠിപ്പിക്കുന്നത്. പശുവിൻ ചാണകം വളമായിട്ടും ഇന്ധനമായിട്ടും ഇന്നും ഉപയോഗിക്കുന്നു. പരിസ്ഥിതിക്ക് ഒട്ടും ദോഷകരമല്ലാത്ത മികച്ചൊരു ഊർജ്ജ സ്രോതസ്സാണിത്. പഴയ തറവാടുകളിൽ പശു ഐശ്വര്യത്തിന്റെ ലക്ഷ്മിയായിരുന്നു. വീടിന്റെ ഭാഗമായി പശുവിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സംസ്കാരമാണ് നമ്മുടേത്. പശുവിൻ പാൽ സമ്പൂർണ്ണാഹാരമാണ്. കുട്ടികളുടെയും മുതിർന്നവരുടെയും ബുദ്ധിശക്തിക്കും ശാരീരിക വളർച്ചയ്ക്കും ഇത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ സംസ്കാരവും വിശ്വാസങ്ങളും ഇത്രമേൽ മനോഹരമാണ്. ഈതരം കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.